ഈ സാമൂഹ്യ മാധ്യമ രംഗത്തെ അനൗചിത്യങ്ങളും പല അനാവശ്യങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരുതരം അന്തരീക്ഷമുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വിവിധ മാധ്യമങ്ങൾ ഉദ്ധരിച്ചതുപോലെ 3 നേതാക്കളോടും കൃത്യമായി പറയാൻ ശ്രമിച്ചത് അതുതന്നെയാണ്. നിങ്ങൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളും തെരുവിലെ സംഗതികളും അതല്ലെങ്കിൽ അയക്കുന്ന ഇമെയിലുകളുമൊക്കെ നോക്കിയാണ് തീരുമാനമെടുക്കുന്നത് ഒരു പാർട്ടി എന്ന് വിചാരിക്കരുത്. നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ കീഴ്വഴക്കമുണ്ട്, ധാരണയുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളും ധാരണകളും ഒക്കെ മുൻനിർത്തിയാണ് തീരുമാനമെടുക്കുന്നത്. അല്ലാതെ ആർക്കും ഒന്നിനെയും അങ്ങനെ എഴുതി പിടിച്ചു വലിച്ച് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാനാണെങ്കിൽ ഇന്ന് കാണുന്ന പല സംഗതികളുടെയും രൂപവും ഭാവവും അതാകുമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലെ ഔചിത്യബോധം എന്താണെന്ന് അറിയാത്ത കുറച്ച് ആളുകളുണ്ട്. അവരുടെ ഒരു സാമൂഹ്യ വിഭാഗമൊക്കെ നമുക്ക് നോക്കിയാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ അത്തരം ഒരു പരാമർശം ഞാനിപ്പോൾ നടത്തുന്നില്ല. ഓരോ സംഗതിയോടും പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്, എവിടെയാണ്, എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യാൻ പോകുന്ന കാര്യം അതിൻ്റെ ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക തുടങ്ങിയ ഔചിത്യബോധമൊന്നുമില്ലാതെ തൻ്റെയോ അല്ലെങ്കിൽ തൻ്റെ സംഘടനയുടെയോ അല്ലെങ്കിൽ വേറെന്തിൻ്റെയെങ്കിലുമൊക്കെ താല്പര്യത്തിനു വേണ്ടി എന്തും ഏതും എവിടെയും പ്രയോഗിക്കുന്ന തികച്ചും അനൗചിത്യമായ ഒരു സംഗതിയുടെ ഒരു ഉദാഹരണം ഇന്നൊരു സുഹൃത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തയച്ചു. കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി കൂടി ആ പാർട്ടിയുടെ പ്രസിഡൻറ്റ് തീരുമാനിച്ചു, അവരെ എല്ലാവരെയും അറിയിച്ചു ഒരു തീരുമാനം. അവരുടെ നേതാക്കളെന്നുള്ള നിലയിൽ അതനുസരിച്ചു. അവരവരുടെ മേഖലകളിലേക്ക് തിരിച്ചു പോരുന്നു, തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ സഹകരണ സംഘം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സംഘടന, ഇപ്പോൾ റോട്ടറി ക്ലബ്ബാകട്ടെ അല്ലെങ്കിൽ വേറൊരു ക്ലബ്ബാകട്ടെ, എന്തെങ്കിലും ഒരു സ്ഥാനം കൊണ്ടോ വരുമാനം കൊണ്ടോ വേണ്ട, ഒരു ദേവാലയം, ആരാധനാലയം, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോലും അതിൻ്റെ ഭാരവാഹിയാകാൻ വേണ്ടി ഇരിക്കുന്നവർ പിടിച്ചിറങ്ങാതെ അള്ളിപ്പിടിച്ചിരിക്കുകയും അതിൽ കയറാൻ വേണ്ടി ആ സ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി അതിൽ എല്ലാവർക്കും വന്നാൽ കൊള്ളാം എന്ന് പറയുന്ന ഒരു സംഗതി നടക്കൂലേ? അതൊരു പാർട്ടിയിൽ മാത്രമാണോ? ഇപ്പോൾ ഈ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികളിൽ പുറത്തറിയുന്നില്ലെങ്കിലും എത്ര പേരായിരിക്കും മന്ത്രിമാരാകാൻ വേണ്ടി തള്ളുക? ഞങ്ങൾക്ക് ഇന്ന കാരണം കൊണ്ട് വേണം, ഇത് ഞങ്ങളുടെ മെറിറ്റാണ്, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ യോഗ്യതയാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുണ്ടാവുമല്ലോ. ഇതൊരു സംഘടനയിൽ കാണൂലേ? ഇപ്പോൾ സമുദായ സംഘടന എടുത്താൽ ഏത് സംഘടനയിലും ഏത് സ്ഥലത്തും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊരു ഔചിത്യം അത് വളരെ അത്യാവശ്യമാണ്. രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റ് ഇട്ടു, ഡീപ്ലി സാഡൻ ബൈ പാസിംഗ് ഓഫ് സീനിയർ കോൺഗ്രസ് ലീഡർ ആൻഡ് കർണാടക മിനിസ്റ്റർ ടി സുധാകർജി. എന്നിട്ട് അദ്ദേഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം ഇട്ടു, അതിൻ്റെ അനുശോചനം ഇട്ടു. അത് പറയേണ്ടത് ഇപ്പോൾ ഒരു രാഷ്ട്രീയമായിട്ടിരിക്കുന്ന ഒരു പോസ്റ്റിൽ എന്തെങ്കിലും പറഞ്ഞ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ എഴുതാം ഇതൊരു മരിച്ച ആളിൻ്റെ. ഇത് സാമൂഹ്യ മാധ്യമത്തിലെ ഒരു പ്രതിഭാസമാണ്. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വിഷയവുമായി ഒരു ബന്ധവുമില്ലാതെ വന്ന് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും എഴുതി അതുവഴിയാണ് എന്തൊക്കെയോ നടക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുന്ന ഒരുതരം ഭാവം വളരെ വളരെ മോശമാണ്, വളരെ മോശം. നമ്മളൊരു ഔചിത്യമൊക്കെ ആ കാര്യത്തിൽ വിചാരിക്കണം. നമ്മൾ എവിടെ എഴുതണം, എന്തിനാണ് അങ്ങനെ എഴുതുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണയുണ്ടാവണം. ഈ പലതും കാണുമ്പോഴും പ്രതികരിക്കുമ്പോഴും ഞാൻ തന്നെ ഓർക്കാറുണ്ട്. ഇപ്പോൾ ചില വീഡിയോകൾ ഇട്ടു, അത് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ടൈറ്റിൽ മാത്രം കണ്ടിട്ട് അതിൻ്റെ അടിയിൽ എന്തൊക്കെയോ എഴുതി അങ്ങ് പോവുക. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ ആളിക്കത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ഒരുതരം എന്താ പറയുന്നത്, ചില സംഗതികൾ ഉണ്ടാക്കി അതിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ട് അതിനെ അങ്ങനെയാക്കി വേറൊരു തരത്തിലാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പലതിലും.